അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരുമോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ കുറെ നാളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയതുകൊണ്ട് ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നീട് അറിയിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതെ. എനിക്ക് വീഡിയോ ഇടാനുള്ള മൂഡൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇപ്പൊ ഞാൻ വീണ്ടും പൂർവാധികം ശക്തിയോടെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പം ഇന്നു മുതൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ അതിനെ കുറിച്ച് തന്നെ തുടങ്ങിയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ പലവിധ പ്രാങ്കുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കാലത്തൊക്കെ നമ്മുടെ ഈ ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ ഈ പ്രാങ്ക് കൊണ്ടാണ് ജീവിച്ചിരുന്നത്. ഒത്തിരി പേര് പ്രാങ്ക് ഒരു കാലത്ത് ഭയങ്കര വൈറലായിരുന്നു ഈ പ്രാങ്കുകൾ എന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ അവിഞ്ഞ പ്രാങ്കുകളായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. എനിക്ക് ഈ പ്രാങ്ക് എന്ന് കേൾക്കുമ്പോ തന്നെ ആദ്യം ഓടി വരുന്നത് ഈ കോളിങ് ചെയ്തിട്ടുള്ള പ്രാങ്കില്ലേ, അതാണ്. അപ്പൊ FM-ലൊക്കെ നിരവധി ഫോൺ കോളുകളായിരുന്നു ഇങ്ങനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാരെയും വിളിക്കുന്നത്. എന്നാൽ ഒരു കാലത്ത് ഇത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. നമുക്ക് വേണ്ടപ്പെട്ടവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു പരിപാടിയാണിത്. ഇനിയിപ്പോ FM-ലേക്കൊന്നും പോണമെന്നില്ല. പുതിയ സിം കാർഡൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ പറ്റിക്കാറുണ്ടല്ലോ. നിങ്ങളിൽ പലരും അങ്ങനെ ചെയ്തിട്ടുള്ളവരായിരിക്കും. ചില പ്രാങ്ക് കോളുകളുടെയൊക്കെ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു പണ്ടാരടങ്ങി പോകും. എന്നാൽ എല്ലാം കൊണ്ട് ഇതൊരു നൈസ് പരിപാടിയായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലേ. പ്രാങ്ക് എന്ന് പറഞ്ഞ് എന്ത് തോന്നിയാസം കാണിക്കുന്നത് ശരിയല്ലല്ലോ. വളരെ തരം താഴ്ന്ന രീതിയിൽ ഉള്ള പ്രാങ്ക് കോളുകളൊക്കെ ഈ അടുത്തിടെയായിട്ട് കുറെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. RJ അഞ്ജലിയും സുഹൃത്ത് നിരഞ്ജനയും കൂടെ ഒരു പ്രാങ്ക് കോള് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലായിരുന്നു ഇവരുടെ സ്ഥിരം പ്രാങ്ക് കോളുകൾ. RJ അഞ്ജലിയെ കുറച്ചു പേരെങ്കിലും അറിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പണ്ട് റെഡ് FM-ലൊക്കെ RJ ആയിരുന്ന ആളാണ്. ഇവർ രണ്ടുപേരും ഓരോരുത്തരെ വിളിച്ച് പറ്റിക്കുന്നതാണ് സംഭവം. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ച് പറ്റിക്കുന്നതാണ് ഇവിടെ പ്രധാന സംഭവം. മെഹന്തി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ നോർമൽ ആയിട്ട് തന്നെ മെഹന്തി ഇട്ട് കൊടുക്കുന്നവർക്ക് പറയുന്നതാണ് മെഹന്തി ആർട്ടിസ്റ്റ് എന്ന്. എന്തായാലും വളരെ പ്രൊഫഷണൽ ആയിട്ട് സംഭവം കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഇവര് വിളിച്ചത്. നമുക്ക് ഒട്ടും സമയം കളയാതെ ആ പ്രാങ്ക് കോളിന്റെ ചില ഭാഗങ്ങളൊന്ന് കേട്ടു നോക്കാം. 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ആര് പറഞ്ഞിട്ടാന്ന് പറയാ? ഫ്രണ്ട്. പേരെന്താ? നിഷാന. സ്ഥലം എവിടെയാ? അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? TVM തിരുവനന്തപുരം. അവിടെ എവിടെയാ? ബാലരാമപുരം. 26-ന് വെഡിങ് ആണോ? ഓ ഓക്കെ, എനിക്ക് ഞാൻ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? കേട്ടില്ലേ, എല്ലായിടത്തും ഇടുമോ എന്നാണ് ചോദിക്കുന്നത്. അത് സാധാരണ നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഞാനൊരു മെഹന്തി ആർട്ടിസ്റ്റ് ആണ്. അപ്പം നമ്മൾ ഇടുന്നതെന്ന് പറയുന്നത് ഇവിടെ മുതൽ കൈകളിൽ പുറത്ത് ഇവിടെ കാലില് ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് സാധാരണ. ഇതൊക്കെ ചെറിയ കുട്ടികൾക്ക് വരെ അറിയാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തു ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇവരിങ്ങനെ ചോദിച്ചതിന് പിന്നിൽ വേറെ ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ബാക്കിയും കൂടെ കാണാം. ബ്രൈഡലായിട്ട് ചെയ്യാനല്ലേ? കൈക്ക് എത്ര? മീൻസ് രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? എൽബോ അതിന് സെപ്പറേറ്റ് ആവും. നമ്മൾ ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ, ഡിസൈൻ അനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരുമോ? കേട്ടില്ലേ, എന്ത് മോശമാണ് ഇവര് സംസാരിക്കുന്നതെന്ന് കേട്ടില്ലേ? എന്താണ് ഇവര് സംസാരിക്കുന്നതിന് ഒരു ഇവർക്ക് തന്നെ ഒരു ഉളുപ്പില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഒരു പ്രാങ്ക് എന്ന് പറഞ്ഞ് എന്ത് തോന്നിയാത്തവും വിളിച്ചു പറയാമെന്നാണോ? അവർക്ക് കുണ്ടിയിൽ മൈലാഞ്ചി ഇടണം പോലും. കുണ്ടിയിൽ മൈലാഞ്ചി ഇട്ട് തരാത്തതിന്റെ കുറവും കൂടെ ഉണ്ട്. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കണ്ട. ഇതിലും ഭേദം ഇവർക്ക് വേറെ വല്ല പണിക്കും പോകുന്നതായിരിക്കും. സംഭവം ഈ ചേച്ചിയെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഇവര് വേറെ ആരോ ഇവരെ ഏൽപ്പിച്ചതായിരിക്കും. സംഭവം ശരി തന്നെ, ചെയ്യുന്ന പണി തന്നെ ഉടായ്പാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു വർക്കത്തിലൊക്കെ ഒരു മര്യാദയോടെ ചെയ്തുകൂടെ? ചെയ്യുന്ന പണി തന്നെ എന്തായാലും ഉടായ്പാണ്. ആ ഉടായ്പിനോടെങ്കിലും ഒരു മാന്യത കാണിച്ചൂടെ? എന്തായാലും ആ ചേച്ചി പ്രൊഫഷണൽ ആയി കൊണ്ടു നടക്കുന്ന ഒരു ജോലിയാണത്. വേറെ എന്തൊക്കെ തരത്തിൽ പ്രാങ്ക് ചെയ്യാൻ പറ്റുമായിരുന്നു? ഈ തീട്ടക്കുണ്ടി കേസും കൊണ്ടുവരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പെട്ടെന്ന് കേൾക്കുന്ന ആ ചേച്ചിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? തലച്ചോറിന് പകരം തീട്ട നിറച്ച് നടക്കുന്ന ടീമാണ് ഇവരൊക്കെ. പ്രാങ്കാണ് അത്രേ, വെറും പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ബാക്കിയും കൂടി കേട്ടു നോക്കാം. എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? കെട്ടുന്ന പയ്യനിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കുണ്ടിയിൽ ഇട്ട് കൊടുക്കണമെന്ന് മൈലാഞ്ചി. വലിയ സർപ്രൈസ് ആയി പോയി.
അവളുടെ ഒരു കുണ്ടിയിലെ സർപ്രൈസിന് വേണ്ടിയിട്ട് കെട്ടിയവന്റെ മുന്നിലേക്ക് കുണ്ടിയും പൊക്കി പിടിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരിയുടെ പ്ലാൻ. എന്തായാലും എനിക്ക് കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷെ പറയാനായിട്ട് നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ അനുവദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തായാലും ഇതിലും കൂടുതൽ പറയണമെന്നുണ്ട്. എന്തായാലും നിങ്ങൾക്കൊന്നും തോന്നരുത്. ബാക്കിയും കൂടെ കാണാം. ഒരു ഫോൺ എടുത്ത് എറിഞ്ഞു തോന്നുന്നു. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ അല്പസമയത്ത്. അല്ല, ഇതിന് മാത്രം ഇവിടെ എന്താ ചിരിക്കാനുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവര് തന്നെ കോൾ ചെയ്ത് ഇവര് തന്നെ കിടന്ന് ചിരിക്കുന്നു. എന്തോ ഇത് ഇത്രയും വലിയ കോമഡിയാണോ ഇത്? ഇവരുടെ വിചാരം എന്തോ ഭയങ്കര സംഭവമാണ്, നമ്മളെന്തോ വലിയ കോമഡിയാണ് ഇവിടെ കാണിച്ചതെന്നാണ് ഇവരുടെ മൈൻഡിൽ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒട്ടും നിലവാരമില്ലാതായി ഇവർക്ക് തന്നെ ഇവരുടെ ഇമേജ് കംപ്ലീറ്റ് പോയി. ആ ഒരു ഒട്ടും നിലവാരമില്ലാത്ത ആൾക്കാർ സംസാരിക്കുന്ന പോലെയാണ് ഇവര് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചിരി കണ്ടിട്ട് ചിരി വരുന്നുണ്ടോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറപ്പും ദേഷ്യമാണ് തോന്നുന്നത്. ഇതിപ്പോ ഇവര് തന്നെ കോൾ ചെയ്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന, എന്നിട്ട് ഇവര് തന്നെ കടന്നു ചിരിക്കുന്നത്. ഇതാണോ പ്രാങ്ക് എന്ന് പറയുന്നത്? ശരിക്കും ആ ചേച്ചി ദേഷ്യം പിടിച്ചിട്ടാണ് കോള് കട്ടാക്കി പോയത്. എന്നിട്ട് ഇവര് വീണ്ടും വിളിച്ചപ്പോഴത്തേക്കും കോള് കട്ട് ചെയ്ത് കളയുവാണ്. അവര് തന്നെ വിചാരിക്കുന്നുണ്ടാവും ഇവരെന്താണ് ഈ വിളിച്ചിട്ട് പറയുന്നത്, കുണ്ടിയിൽ മൈലാഞ്ചി ഇട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുന്നത്, എന്ത് വൃത്തികേടാണെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവര് പിന്നെ കോൾ എടുക്കാഞ്ഞത്. ശരിക്കും ഇവരെയൊക്കെ വിളിച്ച് പ്രാങ്ക് ചെയ്യാൻ ഏൽപ്പിച്ചവരെ പറഞ്ഞാൽ മതിയല്ലോ. ഫാമിലി വ്ലോഗേഴ്സ് പോലും ഇത്രയും നിലവാരമില്ലാത്ത വീഡിയോസ് അല്ലെങ്കിൽ പ്രാങ്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ചെയ്തത് പാളിപ്പോയത് കൊണ്ടാണോ അല്ലെങ്കിൽ നല്ല ശരിക്ക് പൊങ്കാല കിട്ടിയത് കൊണ്ടാണോ എന്ന് അറിയില്ല. ഇവരെന്തായാലും വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും ഉണ്ട്. ഇതുപോലെ തന്നെ നിലവാരം ഇല്ലാത്ത ഒരു പ്രാങ്ക് കൂടി ഇവരുടെ അക്കൗണ്ടിലുണ്ട്. നമുക്ക് അത് കൂടി ഒന്ന് കണ്ടുനോക്കാം. എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നേ, അപ്പൊ ഒരു കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. നാളെ കിട്ടുവോ? നാളെ തരാലോ. പക്ഷെ അന്ന് കൊടുത്തു വിട്ടതുപോലത്തെ കേക്ക് കൊടുത്തു വിടല്ലേ, കല്ല് പോലെ ഇരുന്നു. ഞങ്ങൾ അവസാനം കേക്ക് ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് പരസ്പരം എറിഞ്ഞു കളിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, പരസ്പരം വാരി എറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കല്ലുപോലെ വാരി എറിഞ്ഞെന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ എറിയാൻ വേണ്ടിട്ട് കേക്ക് തന്നെ എല്ലാവരും കൊടുത്തു വിട്ടത്. അല്ല, സാധനം മാറിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ബാക്കിയും കൂടെ കണ്ടുനോക്കാം. ഇതിലെ മുട്ട പതപ്പിക്കുന്നതിന് പകരം കുറച്ച് സോപ്പ് പതപ്പിക്കാൻ പറ്റുമോ? പതപ്പിക്കല് മാത്രം ആക്കണ്ട, കുറച്ച് സോപ്പ് പൊടി കലക്കി ഇവരെ വായി കൂടെ ഒഴിച്ചു കൊടുക്കുക. അതായിരിക്കും നല്ലത്. തൃപ്തിയാവട്ടെ. അല്ല പിന്നെ ബാക്കിയും കൂടെ കാണാം. കേക്ക് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവൻ വയറിളകി കിടക്കണം. ഇവിടെയും ഉണ്ട് കുണ്ടിയുടെ റിലേഷൻ. വയറിളകി കിടക്കണം പോലും. ശരിക്കും പറഞ്ഞ ഈ ഒരു തീട്ട കേസ് വിട്ടിട്ട് വേറൊരു കളിയില്ല ഈ ചേച്ചിമാർക്ക്. അതാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയും കൂടെ കാണാം. അയ്യോ, ചേച്ചിയെ കൊണ്ടേ ഇത് പറ്റുള്ളൂ. കഴിഞ്ഞ വർക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും ഉടായിപ്പുണ്ടെങ്കിൽ ചേച്ചി തന്നെ വിളിക്കണം എന്ന്. എന്തായാലും പാവം ചേച്ചി, ഇവരിങ്ങനെ പറ്റിക്കാൻ വിളിച്ചാണെന്ന് അറിയാതെയാണ് ആ പാവം ചേച്ചി കിടന്ന് ചിരിച്ചു തമാശിച്ചൊക്കെ സംസാരിക്കുന്നത്. എന്തായാലും കഷ്ടമുണ്ട് കേട്ടോ. ഏതോ നിഷ്കളങ്കത പിടിച്ച ചേച്ചിയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇജാതി കോമഡിയൊക്കെ കേട്ടിട്ട് ആരെങ്കിലും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും? അത്രയും നിഷ്കളങ്കത പിടിച്ച ആരോ ആണത്. ബാക്കിയും കൂടെ കാണാം. അങ്ങനെയാണെങ്കിൽ അവന് സംശയം തോന്നും. കേക്കാവുമ്പോ അറിയൂല, പദം ഞാൻ ഇരുന്നോളൂല്ലോ. ആ കട്ട് ചെയ്യണ സ്ഥലത്ത് മാത്രം കുറച്ച് കലക്കിട്ട് എടുത്താൽ പോരെ, ഒരിച്ചിരി കുറച്ച് ഇട്ടാ പോരെ. അത് എങ്ങനെ? അല്ല, നിങ്ങൾ കണ്ടില്ലേ ചേച്ചി ആളുകളല്ല, അങ്ങോട്ട് ഐഡിയ പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് ചെയ്യേണ്ട. ആ കട്ട് ചെയ്യുന്ന ഭാഗം മാത്രം ഇച്ചിരി സോപ്പ് പൊടി സെറ്റ് ചെയ്ത് കൊടുത്താൽ പോരെന്ന്. ചേച്ചി ആളുകളല്ലേ. ബാക്കിയും കൂടെ കാണാം. പറ്റണ പോലെ ചേച്ചി കലക്കിട്ടാ. ചേച്ചി ഇതിൽ എക്സ്പെർട്ട് ആണെന്ന് എനിക്കറിയാം. മറ്റതിനെ കല്ലാക്കിയ ചേച്ചിക്ക് ഇതിനെ പതയാക്കാനും പറ്റും. ഇത് ആര് പറഞ്ഞത്? ഇത് ഞാൻ തന്നെ പറഞ്ഞിട്ടാ ഇപ്പൊ ഞാൻ വിളിക്കുന്നത്. എന്റെ ഫ്രണ്ട് സതീഷാണ്. ചേച്ചിയുടെ അടുത്താവുമ്പോ തുറന്ന് പറയാലോ. ആദ്യം എന്നെ പ്രേമിച്ച് പറ്റിച്ച്, പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ മോളെ പ്രേമിച്ച് പറ്റിച്ച്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കസിൻസ് ആണെന്ന് പുള്ളിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണ് ഈ കേക്ക് ഇപ്പൊ സെറ്റ് ആക്കുന്നത്. കുഞ്ഞമ്മയുടെ മോൾ ഇപ്പോഴും ഡിപ്രഷനിലാണ്. ഞാൻ വേണമെങ്കിൽ ഫോൺ കൊടുക്കാം. ഹലോ ചേച്ചി എന്ന് പറഞ്ഞാ ഈ ചേച്ചിയുടെ കേക്ക് കഴിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങരുത് അവൻ. അവൻ തൂരി കിടക്കണം. നിങ്ങൾ കേട്ടില്ല എന്തൊരു നിലവാരമില്ലാത്ത ഇവരെ കുറിച്ചൊക്കെ ഒരു സത്യം പറഞ്ഞ ഇവരെ കുറിച്ച് ഇവരുടെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ പ്രാങ്കും കാര്യങ്ങളൊക്കെ. ആദ്യത്തത് കേട്ടോ, ഓരോന്നൊക്കെ കാണുമ്പോൾ നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു നിലവാരമില്ലാത്ത ഒരുമാതിരി തറകൾ ഇതിലും നല്ല ഞാൻ എങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടി ഒരുമാതിരി തറയല്ല, അതിന്റെ അപ്പുറത്ത് എന്തൊക്കെയാണ് ഇവര്. ഇത്രയും നിലവാരം ഇല്ലാതെ ആയി പോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് നാലാളെ കാണുന്നതല്ലേ, അതെങ്കിലും ഇവർക്ക് ചിന്തിക്കാൻ വയ്യേ? എങ്ങനെയൊക്കെ പോയാലും ഇവര് ലാസ്റ്റ് ഒരു തീട്ട കേസിൽ വന്നായിരിക്കും നിൽക്കുന്നത്. ബാക്കി കൂടെ കാണാം. ചേച്ചി ഒന്ന് ട്രൈ ചെയ്യോ? ഞങ്ങളെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയ അവൻ എന്തെങ്കിലും ചെയ്യണം. അവൻ വയറിളവി, അവൻ തീ വരണം. ഡ്രാഗൺ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ? ഡ്രാഗൺ കുഞ്ഞ് അവൻ അതുപോലെ ബാത്റൂമിലിരുന്ന് തീ തുപ്പണം.
എന്റെ അമ്മേ, ഇതെവിടെ സ്ഥലം എവിടെയാണ്? ചേച്ചി ഇത് എവിടെ നിന്നാണ് പഠിച്ചത് കേക്ക് ഉണ്ടാക്കാൻ? ഞാൻ തനിയെ പഠിച്ചതാ. ഇനി തനിയെ പഠിച്ചുണ്ടാക്കരുത് കേട്ടോ, എവിടെന്നെങ്കിലും കാര്യമായിട്ട് പഠിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. കഴിഞ്ഞ കേക്ക് കല്ലായി പോയി, നമ്മളായതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതാ ഞാൻ ചോദിക്കണത് എവിടെയാണ് സ്ഥലം ഒന്ന് പറയൂ, എങ്ങോട്ടത്തേക്കാണ്? നിങ്ങളെ പേടിച്ചിട്ടായിരിക്കും പറയാത്ത. നാളെ നിങ്ങൾ കേക്കിൽ വേറെ എന്തെങ്കിലും കലക്കി തന്നാലോ എന്ന് വിചാരിച്ച് പേടിച്ച് ഉയിര് ഭയന്ന് വിറച്ചു പോച്ച്. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്കിത് കണ്ടിട്ട് എന്തോ ഒരു ആൾക്കാരെ വിളിച്ച് ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് തോന്നുന്നത്. ഇത് പ്രാങ്ക് ആണോ അതോ ആൾക്കാരെ വിളിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണോ? പ്രാങ്ക് എന്ന് പറഞ്ഞ അപമാനിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ ആ ചേച്ചി ഒരു പാവമായിരുന്നതുകൊണ്ട് കുഴപ്പമില്ല, വേറെ വല്ലവരും ആണെങ്കിൽ പൂരെ തെറി അങ്ങോട്ട് പറഞ്ഞേനെ. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രാങ്ക് എന്ന പേരും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഒരുമാതിരിയൊക്കെ വിളിച്ചു പറയുന്ന ഒരു എന്താണ് ഒരു പരിപാടിയാണിത്. ശരിക്കും പ്രാങ്ക് അല്ല ഇത്. ശരിക്കും ഈ പ്രാങ്ക് കോൾ എന്നൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ചില കോളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്, കേട്ടോണ്ടിരിക്കാനായിട്ട് നല്ല രസം. പക്ഷെ ഇതൊരുമാതിരി പ്രാങ്ക് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്തു കൂട്ടുന്നത്. ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. ഒരു പ്രാങ്ക് രസകരമാക്കുന്നത് ഇങ്ങനെയല്ല. ബാക്കിയും കൂടെ കണ്ടുപോകാം. ഇതാരാ ഇത്? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ പേരില്ലേ? ചെക്കോസ്ലോവാക്കിയ എന്നാണ് എന്നെ വിളിക്കുന്നത്. പക്ഷെ നിങ്ങൾ തന്നെ കണ്ടില്ലേ എന്ത് ദുരന്തമാണെന്നറിയ ഇവര്. ഇങ്ങനെ ഇവര് തന്നെ പറഞ്ഞിട്ട് ഇവര് തന്നെ അവിടെ നിന്ന് കക്കക്കക്കാന്ന് പറഞ്ഞിട്ട് ചിരിക്കുവാണ്. ഇത് കണ്ടിട്ട് നമുക്കൊന്നും ചിരിയല്ല തോന്നുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിരി വന്നോ? ഇത് കണ്ടിട്ട് എനിക്കൊരു ഇതും തോന്നുന്നില്ല. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത് കേട്ടോ. സ്നേഹം കൊണ്ട് പറയുകയാണെന്ന് വിചാരിച്ചാൽ മതി. എന്നാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇമാതിരി തീട്ട കേസുകളുമായിട്ട് ഇനിയെങ്കിലും വരാതിരിക്കുക. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് മതി. നിങ്ങളോട് നേരത്തെ ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ പോയി. എന്തായാലും ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.